ഗൈസ് വെൽക്കം. ഈ വീഡിയോയിലോട്ട് അറിയാം പ്രേതം യഥാർത്ഥത്തിലുണ്ടോ ഇല്ലയോ എന്ന്. തുടർച്ചയായി വീഡിയോസ് ഇനിയും വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യുമല്ലോ. ഒന്നും കൂടെ പറയാം ഗൈസ്, എനിക്ക് ചെറിയ സംശയം. ഇപ്പോഴും പ്രേതം യഥാർത്ഥത്തിലുണ്ടോ അതോ മനുഷ്യൻ്റെ ഓരോ കഴിവുകൾ കാരണം പ്രേതം ഉണ്ടെന്ന് വിചാരിക്കുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, ആൻറ്റി അവിടെ ഇരിക്കുന്നുണ്ട്. ആൻറ്റി എന്തോ ആൻറ്റി കിടക്കുന്ന കിടക്കാൻ പറ്റിയ സ്ഥലമാണ്. ഉറങ്ങിപ്പോയതായിരിക്കും തുന്നിയപ്പോൾ. തെറിച്ചു വീണു ഗൈസ്. നോക്കട്ടെ, അവിടെ കിടക്കുന്നുണ്ട്. കത്രികയാണ് വീണേ. ഓക്കെ, ആൻറ്റി പോയി എടുക്കുന്നുണ്ട്. കഥ തുറന്നു ഗൈസ്. ചേച്ചിക്ക് ആറാ അവിടെ എന്നായിരിക്കും ചേച്ചി പറയുന്നത്. കണ്ടു വെക്കാം, പ്രേതമുണ്ട്. ചേച്ചി കഥ അടച്ചു ഗൈസ്. ചേച്ചി പോയി കിടന്നുറങ്ങ് ഗൈസ്. അവിടെ എന്തൊരു ഒരു കൈ പോലും, കൈയാണ് ക്യാമറയുടെ എന്തെങ്കിലും കുഴപ്പമൊന്നും. പിന്നെ പ്രേതം തള്ളിട്ട് പ്രേതം കളിക്കുക ചേച്ചിയുടെ കൂടെ. ഇങ്ങോട്ട് നോക്കാൻ പറയുന്നത് ഗൈസ്. അങ്ങോട്ട് നോക്കി നോക്കാം. പിന്നെ തുറന്നു. ചേച്ചി പേടിച്ചു പോയി. അയ്യോ, ഇപ്പൊ അടുത്ത ചേച്ചി വരും. സത്യാവസ്ഥ എന്തോന്ന് മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ. ഇവരുടെ വീഡിയോ ഇതായിട്ടായിരിക്കും. അവരെ കണ്ടിട്ട് തന്നെ പേടിയായി. ഞാൻ കണ്ണുണ്ടോ നിങ്ങൾ? കണ്ടോ മിക്കവാറും ചേച്ചിമാരായിരിക്കും പ്രേതങ്ങൾ. കണ്ടോ, കണ്ണ് കണ്ടോ? ക്യാമറയുടെ ഇതായിരിക്കും. പക്ഷെ അവരെ കണ്ടിട്ട് തന്നെ ഇനി പേടിയാവുന്നു. ചേച്ചി ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, പ്രേതം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ചേച്ചി ഇപ്പോൾ റൂമിൽ പോയി കിടക്കാൻ പോയി. ഇപ്പൊ അതിങ്ങോട്ട് നിരങ്ങി ഇങ്ങനെ വരും. ഞാൻ പറയുന്നത് ചേച്ചി ബിജിഎമ്മൊക്കെ കണ്ടോ? ചേച്ചി എന്തോന്ന് കഴിച്ച് വിളിക്കുന്നേ? എന്നാ ആക്ടിങ്ങാ ചേച്ചി. ഇതിലോ സ്വിച്ച് ഭയങ്കര വലിക്കുകയുണ്ടാന്ന് തോന്നുന്നു. ഗൈസ് റിയൽ അല്ല ഗൈസ്, ഈ വീഡിയോ കണ്ടാൽ മനസ്സിലായി. വിളിക്കുക ക്യാമറ കണ്ണയിലാണ് ഗൈസ്. ചേച്ചി ഇങ്ങനെ സ്ക്രിപ്റ്റ് എടുത്ത് നമ്മളെ പഠിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എല്ലി കഴിച്ച് അത് നോക്കാൻ പറയുന്നുണ്ട്. കഴിവ് തന്നെ കഴിച്ച് നെയ്യിലേറ്റാണ്ട് പൊട്ടുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നടന്നിട്ട് വീട്ടിൽ ഓടുമല്ലോ. വല്ലാത്ത കഴിയാണ് ഗൈസ്.
എക്കോ എനിക്ക് ചെയ്യും വല്ലാതെ വരുന്നു. പക്ഷേ ജനലുള്ള സംഭവം ഉണ്ട്. അതിൻ്റെ ബാക്കി വാടും എന്ത് ചെറുക്ക ഇതൊക്കെ കണ്ടിട്ടാണ് ഓടിക്കുന്നത്. രാമലോണെ എപ്പോഴും ഓടിയാണ് ആൾക്ക് താങ്കൾ ചെയ്ത് വേഗം ഓടിക്കുന്നു. താത്ത കുറ്റടിക്കല്ലേ എൻ്റെ അടുത്ത്. വല്ലാത്ത കൈയുണ്ടോ കണ്ടിട്ട് ഇറങ്ങി ഓടിക്കൂടെ കൊച്ചേ നിങ്ങൾക്ക്. സത്യത്തിൽ മനുഷ്യൻ്റെ കൈ കണ്ടാ മനസ്സിലാവത്തില്ല. ഈ ഗ്ലൗസോ എന്തിനു കൊണ്ട് ഇട്ടിട്ടങ്ങ് വന്നേക്കുക. ഇവരെ മനക്കെട്ടിയേ. ഇപ്പൊ താത്ത അങ്ങോട്ട് പോയി സെറ്റപ്പ് ചെയ്യും കേട്ടോ. അടുത്ത കൈ വരാനുള്ള കാണുന്നില്ല. കൈ ഓടിയത് ഓടത്തില്ല. ഇത്രയൊക്കെ നടന്നിട്ട് ഓടി പോണ്ടേ. കൈയൊക്കെ ഇട്ട് നീട്ടുന്നു. എന്തായാലും സ്ക്രിപ്റ്റ് ഞാൻ പറയുന്ന ഒട്ടും പറ. ഇതെന്തോന്നാ പ്രേതത്തിനെ കണ്ട സാധാരണ എല്ലാവരും ഓടുമല്ലേ. ഇതേപോലെ സംഭവം നടന്ന പ്രേതം ഇല്ലെന്ന് എനിക്ക് ഈ വീഡിയോ മനസ്സിലായി. ഇവരുടെ വീഡിയോ പ്രേതമില്ല. ഇത് റിയൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കഥ കുറച്ച് വട്ടാണോ എന്തോ ഗൈസ് ഇവർക്ക്. ഇത്രയും ശക്തി മനസ്സിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ ഗൈസ് ആ കൈ ഉണ്ടോ നിങ്ങൾ. മേക്കപ്പും പിന്നെ ഗ്ലൗസ് സംഭവിച്ചിട്ടേക്കോ പോയി ഗൈസ്. എനിക്ക് കാണിച്ചു തരാം. കണ്ടോ അവർ കൈ നിങ്ങൾ ശ്രദ്ധിച്ചോ. ലോക ഉടായ്പാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഒരിക്കലും കൈ കണ്ടിട്ടെങ്കിലും നിങ്ങൾ പറ എന്തോ കരടിയുടെ കൈയാ. പ്രയത്നം എങ്ങനെയാ കരടിയുടെ കൈയാണോ. എന്ത് മേക്കപ്പടേ അത്. കണ്ടോ ഗൈസ് മേക്കപ്പ് ഉടായ്പ എന്ന് പറയാ. ലോക ഉടായ്പാണ് ഗൈസ് ഈ വീഡിയോ. കണ്ടോ ചേച്ചി ഇതൊന്നും പേടിക്കത്തില്ല കേട്ടോ. നമ്മളെ അറിഞ്ഞു ഓടുന്നോട്ടോ ഓടിക്കാൻ. എന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുവല്ലോ. ചേച്ചിക്ക് എന്ത് വട്ടാണോ. നമ്മളെല്ലാം ആണെങ്കിൽ ഇറങ്ങി ഓടിയാനൊക്കെ. അമ്മ കഥ തുറന്നാണ്. ഗൈസ് കറണ്ട് പോയി. എന്ത് ചെയ്യാനാ. ഗൈസ് വന്നു ശരി. ഓക്കെ എന്ത് പരിപാടി. അത് ഓടിച്ചിട്ടുള്ള എന്ത് കാര്യമാണ്. ഓടിക്കൂടെ ഓടിച്ചിട്ടുള്ള കുട്ടികളെ പണ്ടുകൊണ്ട് പിന്നെ തോന്നുന്നു ഓടുന്നില്ല. അത് എത്തി പ്രേതം ഉണ്ടോ ഇല്ലയോ. എന്നാലും ഇവരെ സമ്മതിക്കണം.
ചേച്ചി തലയൊക്കെ ചൊറിയുന്നു. മേക്കപ്പ് എല്ലാം പോയല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നത്. ചേച്ചി കിടന്ന് ഉറങ്ങുന്നു. പ്രേതം വീട്ടിൽ ഉള്ളപ്പോൾ കിടന്ന് ഉറങ്ങുന്നു. ഇവർക്കൊക്കെ വട്ടാ ഗൈസ്. അവർക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് വിചാരിച്ചാൽ ബുദ്ധിയില്ല. അത് നോക്കാൻ പറയുന്നു ഗൈസ്. എഡിറ്റ് ചെയ്ത വള്ളി കൊണ്ട് നോക്കുന്നതാണ്. വട്ടാണ്. അതാരാ? ഓ കറക്റ്റ് മേക്കപ്പ്. ഞാൻ പറഞ്ഞപ്പോ ഓടെ ചേച്ചി ജൂലി വെച്ചടിക്കുന്നു പ്രയത്നെ. സൂപ്പർമാൻ ചേച്ചി കൊള്ളാം. പ്രേതം പിടിച്ചുകൊണ്ട് പോകുന്നു എടുത്തോണ്ട്. അവരുടെ ഭർത്താവല്ലേ എന്നാ സ്ക്രിപ്റ്റഡേ ഇത്. വീഡിയോ കഴിഞ്ഞ് ഇത് പൊട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ പൊട്ട വീഡിയോ. സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ലോക സ്ക്രിപ്റ്റഡ്. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അപ്പം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണമല്ലോ. നിങ്ങൾ ചെയ്യുമല്ലോ, എനിക്കറിയാം ഗൈസ്. ഒന്നും കൂടെ ഞാൻ പറയാം ഗൈസ്. നമുക്ക് 16 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് ഗൈസ്. 16 ആയാലും കുഴപ്പമില്ല. വീഡിയോയ്ക്ക് ഒരു 10 ലൈക്കെങ്കിലും തന്നാൽ മതി ഗൈസ്. നിങ്ങളാരും ലൈക്കും ചെയ്യത്തില്ല, കമൻറ്റും ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നാളെ ചിലപ്പം കാണാൻ ചാൻസ് കുറവാണ് ഗൈസ്. പരീക്ഷ തുടങ്ങി ഗൈസ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇനി തുറക്കത്തില്ല. ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഫുൾ വീഡിയോ ഞാൻ നാളെ തന്നെ നിങ്ങൾക്ക് ഇടും. നാളെ ഒന്ന്, മറ്റന്നാൾ ഒന്ന്, അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഗൈസ്. ഒരിക്കലും നിൽക്കത്തില്ല. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിൽക്കുക ഗൈസ്. 1 മിനിറ്റ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ശരി.